The next topic, inverse probability. ഈ ഇൻവേഴ്സ് പ്രോബബിലിറ്റി ആണ് പറയുന്നത് ബേസ് തിയറം എന്നും കൂടി പറയും. ഇൻവേഴ്സ് പ്രോബബിലിറ്റി പറയുന്നത് സപ്പോസ് ആൻ ഇവൻറ്റ് ഹാസ് ഹാപ്പൻ ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ കോസസ്. അതായത് ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത് പല കാരണങ്ങൾക്ക് കൊണ്ട് ആവാം. ദെൻ വി ആർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്ലോസ്. അതായത് ഏത് കാരണം കൊണ്ടാണ് ആ കാര്യം സംഭവിച്ചത് അതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ടും കൂടി നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇവൻ്റ് സംഭവിച്ചത് ആ കാരണത്തിൻ്റെ കൂടി പ്രോബബിലിറ്റി കാണാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അതിനെയാണ് പറയണത് ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയണത്. ഇൻവേഴ്സ് പ്രോബബിലിറ്റി ബേസ് തിയറത്തിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കണത്. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇതിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് there are two bags, one containing 5 white and 4 black balls and the other bag containing 6 white and 5 black balls. One bag is chosen and one ball is drawn. If it is white, what is the probability that the bag is selected first? അതായത് 2 ബാഗുകൾ ഉണ്ട്. ഒരു ബാഗിൽ 5 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത്. മറ്റേ ബാഗിൽ 6 വൈറ്റ് ബോളും 5 ബ്ലാക്ക് ബോളാണ് ഉള്ളത്. ഒരു ബാഗ് ചൂസ് ചെയ്തിട്ടുണ്ട്, ആ ബാഗിൽ ഒരു ബോൾ എടുത്തിട്ടും ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് വൈറ്റ്, അതായത് ആ എടുത്തേക്കണ ബോൾ വൈറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബാഗ് ഈസ് സെലക്റ്റഡ് ഫസ്റ്റ്. അതായത് ആദ്യത്തെ ബാഗാണ് സെലക്ട് ചെയ്തേക്കണേ എന്നുള്ള എത്ര ചാൻസസ് ആണ് ഉള്ളത് എന്ന്. അതായത് ആ വൈറ്റ് ബോൾ ആദ്യത്തെ ബാഗിൽ നിന്നാണ് എടുത്തേക്കണേ എന്ന് ഉള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എയും ബിയും എന്ന് പറഞ്ഞ 2 ഇവൻറ്റുകളാണ് ഉള്ളത്. എ എന്ന് പറഞ്ഞ ഇവൻ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നേക്കണത് ഇഫ് ഇറ്റ് ഈസ് വൈറ്റ് ബോൾ. ഓക്കെ, അതായത് ആ ഇവൻ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് എ ആയിട്ട് അസ്യൂം ചെയ്യാം. എ ഈസ് ദ ഇവൻ്റ് ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. ഇനി 2 ബാഗുകളുണ്ട്, B1ഉം B2ഉം എന്ന് പറഞ്ഞ ബാഗുകൾ ഉണ്ട്. B1ൽ 5 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളാണ് ഉള്ളത്. B2ൽ 6 വൈറ്റ് ബോളും 5 ബ്ലാക്ക് ബോളുമാണ് ഉള്ളത്. ബേസ് തിയറം പ്രകാരമുള്ള ഫോർമുലയാണ് ഇത് പറഞ്ഞേക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ A ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B1 probability of A given B1 divided by probability of B1 probability of A given B1 plus probability of B2 probability of A given B2. നമ്മളിവിടെ B1 എന്ന് പറയാൻ കാര്യം എന്താണ്? കാരണം ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബാഗ് ഈസ് സെലക്റ്റഡ് ഫസ്റ്റ് ബാഗാണ് സെലക്ട് ചെയ്തേ എന്നുള്ള ചാൻസസ് എത്രയാണ്? അതുകൊണ്ടാണ് നമ്മളിവിടെ B1 സ്പെസിഫൈ ചെയ്തത്. ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ബാഗാണ് ചോദിച്ചത് എങ്കിൽ നമ്മളിവിടെ B2 എന്ന് എഴുതും. ഇവിടെയും എവിടേക്കാണോ B1 അവിടെയൊക്കെ B2 ആവും, എവിടേക്കാണോ B2 അവിടെയൊക്കെ B1 ആവും. ഓക്കെ, ഇനി അടുത്തതിൽ കിടക്കാം. ഇതിൽ പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് പറയണത് ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം B1 ദെൻ ദ ചാൻസസ് ഓർ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ്. അതായത് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B1ൽ നിന്നാണ് ബോൾ എടുത്തേ എങ്കിൽ, അതായത് ബാഗ് 1ൽ നിന്നാണ് ബോൾ എടുത്തേ എങ്കിൽ ആ ബാഗിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസസ് എത്രയാ എന്നാണ് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് പറയുന്നത്. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ A എന്ന് പറയുന്നത് ഇഫ് എ വൈറ്റ് ബോൾ ഈസ് ഡ്രോൺ ദെൻ വാട്ട് ഈസ് ദ ചാൻസസ് ഇറ്റ് വിൽ ബി ഫ്രം B1. അതായത് വൈറ്റ് ബോളാണ് വലിച്ച് എങ്കിൽ അത് ബാഗ് 1ൽ നിന്നാ തന്നെയാണ് എന്നുള്ള ചാൻസസ് എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യനിൽ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് വൈറ്റ് ബോളാണ് എടുത്ത് എങ്കിൽ അത് ബാഗ് ഫസ്റ്റിൽ നിന്നാണുള്ള എത്രയാണ് ചാൻസ് ഉള്ളത്, അതാണെയാണ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ A. പ്രോബബിലിറ്റി ഓഫ്
എ ഗിവൺ B1 എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B1ൽ നിന്നാണ് വലിച്ച് എങ്കിൽ അത് വൈറ്റ് ആണ് എന്നുള്ള ചാൻസസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുലയിൽ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുലയിൽ നമുക്ക് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് B1. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് B1 എത്രയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് F/N ആണ്. ഓക്കെ, അതെന്ന് പറയണത് നമ്പർ ഓഫ് ചാൻസസ് ഓഫ് വൈറ്റ് ബോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ്സ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബാഗ് എത്രയാണ് നമ്മളുടെ കയ്യിലുള്ളത്? 1ഉം 2ഉം, ബാഗ് 1ഉം 2ഉം, അതായത് 2 ബാഗുകളാണ് ഉള്ളത്. അതിൽ വൈറ്റ് ബോൾ കിട്ടാനായിട്ട് എത്ര ചാൻസ് ഉണ്ട്? ആകെപ്പാടെ ഒരു പ്രാവശ്യം നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു ബോൾ കിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ 1/2 എന്നാണ് വരാം. സോ ബാഗ് 1ൽ നിന്നും 1/2 ആൻഡ് ബാഗ് 2ൽ നിന്നും കൂടി 1/2 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 എന്ന് പറയുന്നത് ബാഗ് 1ൽ നിന്നാണ് ബോൾ വലിച്ചേ എങ്കിൽ അത് വൈറ്റ് ആവാനായിട്ടുള്ള എത്ര സാധ്യതകളാണ് ഉള്ളത്? സോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 നോക്കാം, F/N ആണ്. ഓക്കെ, F/N എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കി, ബാഗ് 1ൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 9. അതിൽ വൈറ്റ് ബോൾ എത്രയാണ്? 5. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 9. വൈറ്റ് ബോൾ എത്രയാണ്? 5. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1. അതായത് ബാഗ് 1ൽ നിന്നാണ് വലിച്ചെങ്കിൽ വൈറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 നോക്കാം. ബാഗ് 2ൽ നിന്നാണ് ബോൾ ഡ്രോ ചെയ്തതെങ്കിൽ വൈറ്റ് കിട്ടാനുള്ള സാധ്യത നമുക്ക് നോക്കാം. അതും F/N ആണ്. ഓക്കെ, ബാഗ് 2ൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 6 + 5 11. അതിൽ വൈറ്റ് ബോൾസ് എത്രയാണ്? 6. സോ 6/11. ഇത് നമുക്ക് ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ A എന്ന് പറയുന്നത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1. B1 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ഇൻറ്റു A ഗിവൺ B1 എന്ന് പറയുന്നത് 5/9 ഹോൾ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B2 എത്രയാണ്? 1/2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B2. ഫോർമുല പ്രകാരം A ഗിവൺ B2 അതാണ് നമ്മളിവിടെ 6 × 11 എഴുതിയത്. കോമൺ ഫാക്ടേഴ്സൊക്കെ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോവാം. ഇവിടെ ഉണ്ട് 3. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷനാണ്, അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലത്തെ 5 1 × 5 5, 2 × 9 18. സോ 5/18 ഡിവൈഡഡ് ബൈ സെയിം 1 × 5 5 ഡിവൈഡ് ബൈ 2 × 9 18. 5/18 പ്ലസ് 3/11. ഓക്കെ, സോ 5/18 ഡിവൈഡ് ബൈ ഇതിൻ്റെ LCM ഒക്കെ കണ്ടുപിടിക്കുക കോമൺ ഫാക്ടറൊക്കെ വെച്ചിട്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 109 ഡിവൈഡ് ബൈ 198 ആണ്. ഡിവിഷനാണ്, ഇത് മുകളിലോട്ട് പോകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആവും. 5/18 ഡിവൈഡഡ് ബൈ 198 ഡിവൈഡ് ബൈ 109 ഈക്വൽ ടു ഇത് 55/109 വരും. ഇത് ഫ്രാക്ഷനാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഡെസിമലിലും എഴുതാം. ഡെസിമലിൽ എഴുതുമ്പോൾ കിട്ടുന്ന ആൻസർ 0.505 ആണ്. ഇങ്ങനെയാണ് നമുക്ക് ഇൻവേഴ്സ് പ്രോബബിലിറ്റിയുടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.